وعلى آل سيدنا ونبينا ومولانا مصطفى محمد. اللهم أنزله مقعدا مقربا عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته. اللهم لا تحرمنا رؤيته. اللهم بين أرواح أزواجه وذرياته وأهل بيته وأصحاب البدرين والعليين وغيرهم من الشهداء، وإلى أرواح جميع الأنبياء والأولياء والعلماء والعظماء والشهداء والشهداء والصديقين والصالحين، وإلى أرواح جميع المؤمنين والمؤمنات والمسلمين والمسلمات. اللهم اغفر لهم وارحمهم واعف عنهم واجمع بيننا وبينهم في دار جناتك النعيم. اللهم وبحقهم وبجاههم وبفضلهم أنزل فينا وفي ديارنا وفي تجارتنا وفي تعليمنا وفي تعلمنا وفي تدريسنا وفي نصيحتنا وفي سائر أمورنا، خصوصا وفي هذا المجلس بركة وسلاما. اللهم احفظنا وإياهم من كل بلاء ومصيبة وجن وشيطان وسارق وسارق وباغ وظالم وحاسد وساحر من كل ذلة وحيات وعقارب وسائر ما يبلينا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء المسلمين يا حي يا قيوم. وبك نستغفرك نستعين. أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. رب تمم بالخير والسعادة. ربنا ارحمهم كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ പൂർണ്ണമായും കബൂൽ ചെയ്യുമാറാകട്ടെ. സ്വാഗത പ്രസംഗവും ദീർഘിപ്പിച്ച് പറയുക എന്ന ഉദ്ദേശം ഇപ്പോഴില്ല. ചർച്ചയിലോ അവസരങ്ങൾ വരുമ്പോഴോ പറയാം എന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ എന്ന് മാത്രമല്ല മുച്ചൂടം ഒരു രണ്ടാം നിര വളർന്നു വരുന്നതിനുള്ള അല്ലെങ്കിൽ അവരെ നിജപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ രണ്ടാം നിരയും അതിൻ്റെ അടുത്ത നിരയുമൊക്കെ സംഘടനാതലത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു നിരയിൽ നിന്ന് ഫ്രണ്ട് നിരയിൽ നിന്ന് ഒരാൾ മാറിപ്പോയാൽ ബാക്ക് നിരയിൽ നിന്ന് ഒരാളിന് കയറിയിരിക്കാൻ പറ്റൂ. ആ ഒരു വിടവ് നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം ഒന്നാം നിരയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആളുള്ളപ്പോ ഒന്നാം നിര, അതിനുശേഷം ഒരു നിരയില്ല. അത് നമുക്ക് ഉണ്ടായിത്തീരണം. സംഘടനാപരമായുള്ള ദൗർബല്യങ്ങൾ അത് പരിഹരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ 3 ശ്രേണിയായി തിരിച്ച് ലെയറായി തിരിച്ച് ആ ലെയറുകൾ ഇന്ന് 40 മുതൽ 50 വരെയുള്ള ഒരു ലെയർ, 50 മുതൽ 60 വരെയുള്ള ഒരു ലെയർ, 60 മുതൽ മുകളിലോട്ട് 100 വയസ്സ് വരെയുള്ള ഒരു ലെയർ. കാരണം 60-ന് മുകളിലുള്ളവർ എണ്ണത്തിൽ കുറവാണ്. അപ്പൊ അതെല്ലാം കൂടി ചേർന്ന് ഒരു ലെയർ. ഇങ്ങനെ 3 ലെയറുകളായിട്ടാണ് ഇന്ന്
ക്ഷണിച്ചപ്പോ ഇതൊന്നും നിങ്ങൾക്കറിയില്ലെങ്കിലും ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി ക്ഷണിച്ചത് അങ്ങനെ തന്നെയാണ്. ക്ഷണിക്കപ്പെട്ട നിങ്ങൾക്കതറിയില്ല എങ്കിലും ആ ഒരു മനസ്സിൽ വെച്ചുകൊണ്ടാണ് 40-ന് താഴെയുള്ള ആൾക്കാരെ ഇന്ന് ക്ഷണിച്ചിട്ടുമില്ല. അത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ ഒരു മീറ്റിംഗ് വിളിച്ച് അവരെ ക്ഷണിച്ചിട്ട് നമ്മളെ ഇന്ന് ക്ഷണിക്കപ്പെട്ടവർക്ക് നൽകുന്ന പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും അപ്പുറം യുവാക്കളുടെ കർമ്മശേഷി ജംഇയ്യത്തുൽ ഉലമാക്ക് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയും കുറച്ചുകൂടി സമയമെടുത്ത് അവരുമായി സംവദിക്കണം എന്ന് കരുതിയിട്ടാണ് ഇന്ന് എല്ലാവരെയും കൂടി ക്ഷണിക്കാത്തത്. 40 വയസ്സിന് താഴെയുള്ളവരെ 20 വയസ്സ് മുതൽ മുകളിലോട്ട് ജംഇയ്യത്തുൽ ഉലമായിൽ അംഗത്വം എടുത്തവരുണ്ട്. ആ 40 വയസ്സ് വരെയുള്ളവരെ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ആ ഡേറ്റ് പറയും. ഇന്ന ദിവസം അവരെ വിളിക്കുമെന്ന് അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സജീവമായി ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ശ്രേണികളും ഒന്ന് ജീവസുറ്റ നിലയിൽ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. പലപ്പോഴും അത് നടന്നു വന്നിട്ടില്ല എന്നതിന്റെ കുറ്റം നിങ്ങൾക്കല്ല, തന്റെ സംഘാടകരായ തോപ്പിലിരിക്കുന്ന തോപ്പ് കസേരയെല്ലാം പങ്കെടുത്ത് ടോപ്പ് കസേര കൈകാര്യം ചെയ്യുന്ന നമ്മളെല്ലാവരും ഒക്കെ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ. ഒരു സ്ഥാനം കിട്ടുമ്പോ എന്റെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറയാം. ഒരു സ്ഥാനം കിട്ടുമ്പോ അത് അടുത്ത 3 കൊല്ലത്തേക്ക് അത് ഞങ്ങൾക്ക് സംവരണ സീറ്റാണ്, ഇനി അതിന് മാറ്റമില്ല, ഇനി പ്രവർത്തിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ ആളുകളുടെ കൂട്ടത്തിലും. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ രംഗത്തുണ്ടാവുകയും ബാക്കി പ്രവർത്തിക്കാത്തവർ പ്രവർത്തിക്കാനായി കൈ താങ്ങ് നൽകി അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ഉദ്ദേശമാണ് ജംഇയ്യത്തുൽ ഉലമയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരാളിനെയും പുറത്താക്കാനോ പുറത്തു കളയാനോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കടന്നു വരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത്. 2 പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണെന്ന് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. എടുക്കുന്ന ഒരു ക്ലാസ്സാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യകത എന്ന ആ വിഷയമാണ് ഷഹീറുദ്ദീൻ മൗലവി എടുക്കുന്നത്. അപ്പോ ജംഇയ്യത്തുൽ ഉലമയുടെ കൊട്ടാരക്കര താലൂക്കിന്റെ പ്രസിഡന്റാണ്, ജില്ലാ ജംഇയ്യത്തിനുള്ള ഉസ്താദാണ്, ജില്ലാ കൗൺസില് സ്റ്റേറ്റ് ജില്ലയുടെ ജനറലുള്ളതാണ്, എക്സിക്യൂട്ടീവുകളുടെയാണ്. ഇതൊക്കെ ഇല്ല, അതിന്റെ മഹത്വമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ ഷഹീറുദ്ദീൻ മൗലവി നമുക്ക് ഒരു വിഷയം അവതരിപ്പിക്കും. മറ്റൊന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ആധുനിക ശൈലി എന്ന രീതിയിൽ സമീർ ബാഖവിയാണ് ക്ലാസ് അവതരിപ്പിക്കുന്നത്. സമീർ ബാഖവി മദ്രസത്തിന്റെ ഡയറക്ടറാണ്. ക്ലാസുകൾ വാങ്ങിങ്ങൾക്ക് എടുത്ത് പരിചയവും അതുപോലെ എടുത്തുകൊണ്ടിരിക്കുന്നയാളും ഇപ്പോൾ ജംഇയ്യത്തിന്റെ പല പ്രവർത്തനങ്ങളിലും ഒക്കെ ഭാഗമാക്കാവുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് ഇപ്പോ TC വാങ്ങിച്ചു വന്നിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട സമീർ മൗലവി. അപ്പൊ അദ്ദേഹത്തിനെ ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം ക്ലാസ് അവതരിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചർച്ചകളും പ്രവർത്തനങ്ങളുമാണ് വേണ്ടത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട തൊടിയിൽ ഉസ്താദ് അവറുകളാണ്. തൊടിയിൽ ഉസ്താദ് അവറുകൾ അടുത്തെത്തിയിട്ടുണ്ട്. നേരത്തെ വിളിച്ചപ്പോ പറയുന്നതിന് മുമ്പ് വിളിച്ചപ്പോ 1.5 എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. 1.5 കൊല്ലത്ത് വരാനാണ് ഇപ്പൊ വലിയ താമസം വരുന്നത്. എന്നാൽ തൊടിയിൽ ഉസ്താദിനോട് സൂചിപ്പിച്ചു, സമയം താമസിച്ചാൽ ഞങ്ങൾ തുടങ്ങും, ഉസ്താദ് നേരത്തെ എത്തണം. കാരണം കാത്തിരുന്നിട്ട് ഒരുപാട് 11:30 മണിയായാൽ ഇന്ന് നമ്മുടെ ഉദ്ദേശം സഫലീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ 3 ശ്രേണികളുടെയും സമ്മിശ്രമായ പൊതുവായ ഈ യോഗ മീറ്റിംഗ് ഉദ്ഘാടനം 2 ക്ലാസ് അവതരണം കഴിഞ്ഞാൽ 3 ശ്രേണികളായി തന്നെ
നമ്മുടെ 2 ശ്രേണി ഇതിനകത്ത് തന്നെ ഇരിക്കും, ഒരു ശ്രേണി താഴെ ഇരിക്കും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ശ്രേണി നമുക്ക് ഈ മജ്‌ലിസിലും ഇരിക്കും. അങ്ങനെ അവരവർ ചർച്ച ചെയ്ത് സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിത് പറയുമ്പോഴൊക്കെ ഓരോ ഉസ്താദുമാരും നമ്മുടെ ഒരു സനിമോനി ഉൾപ്പെടെയുള്ള ഒരു പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നു. ആരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്, വെറും കസേരകളാണോ എന്ന്. അത് സാധിക്കില്ല. നമ്മളൊക്കെ തന്നെ മതി ചർച്ച ചെയ്യാൻ. അല്ലാത്തത് എന്ന് പറയുന്ന ഗണത്തിലും അല്ലെങ്കിൽ റിയാസത്ത് എന്ന് പറയുന്ന ഗണത്തിലൊക്കെ നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരു രൂപപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് സംഘടനാപരമായി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളപരമായതേ ഉള്ളൂ. നമ്മൾ കേരളത്തിലല്ല, കുണ്ടറയായാലും അതിന്റെ അപ്പുറത്താണെങ്കിലും തൊഴിൽ ഇർഷാദ് വന്നിട്ട് സാധാരണ തുടങ്ങും 1/2 മണിക്കൂർ ബ്ലോക്ക്. അപ്പൊ ഇന്ന് നമുക്ക് അത്രയും കാത്തിരിക്കുന്നത് വളരെ വിഷമകരമായ ഒരു സ്ഥിതിയും നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം കരയ്ക്കെത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഇന്നിങ്ങനെ തുടങ്ങുന്നത്. ഇനി തുടങ്ങുന്നതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെ തൊഴിൽ വന്നിട്ട് 12 മണിക്ക് വന്നിട്ടാണെങ്കിലും 1 മണിക്ക് വന്നിട്ടാണെങ്കിലും വന്നിട്ടേ തുടങ്ങും, അങ്ങനെയില്ല. അവരോടുള്ള അതവുകൾ പാലിച്ച് കൃത്യമായി നമ്മൾ പരിപാടികൾ തുടങ്ങുകയും അവർ വരുന്ന മുറയ്ക്ക് അവർക്ക് വേണ്ടുന്ന ആദരവോടുകൂടി കാര്യങ്ങളിൽ അവർ ഏർപ്പെടുത്തുകയും ചെയ്യുക എന്ന ഒരു സമീപനമാണ് മനസ്സിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ അണികൾ ആരെങ്കിലും വന്നാലല്ലേ തുടങ്ങാൻ പറ്റും. സമന്വയ വിദ്യാഭ്യാസം പ്രസക്തിയും മാർഗങ്ങളും ഇത് നമ്മുടെ 12 മണി കഴിഞ്ഞതിന് ശേഷം ചർച്ച ചെയ്ത് ഇതിനു വേണ്ടി കുറെ ആൾക്കാരെ നമ്മൾ എടുത്തിട്ട് അവർക്ക് വേണ്ടി വിഷയം തയ്യാറാക്കി പഠിച്ച് ഇവിടെ അവതരിപ്പിക്കുവാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അത് ഒക്ടോബർ 6-ാം തീയതിയാണ്, സെപ്റ്റംബർ 6-ാം തീയതിയാണ് ആ ക്ലാസ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. കാരണം മുമ്പോട്ട് അപ്പോ 6-ാം തീയതിയാണ് ആ വിഷയം നമ്മൾ ഈ ചർച്ച ചെയ്ത് നമ്മൾ ഇവിടെ അവതരിപ്പിക്കേണ്ടത്. 20 ഈ വിഷയവും മയ്യത്ത് പരിപാലനം, ആത്മീയതയുടെ നവവീഥികൾ, അവകാശങ്ങൾ അറിയാം, ആനുകൂല്യങ്ങൾ നേടാം. ഇതാണ് ഇന്ന് 12 മണിക്ക് വിഷയം കൊടുത്ത് വിടും. അത് ഒരു 11-ഓ 12-ഓ പിന്നെ ഈ വേദിയിൽ നിന്ന് ഞാനും കൂടി അതിനകത്ത് പങ്കെടുക്കാൻ എന്ന് പറയുന്ന എത്രയുണ്ടോ അത്രയും പേരെയും കൂടി ചേർത്ത് ഇൻഷാ അല്ലാഹ് ആ വിഷയം തയ്യാറാക്കാൻ സാഹചര്യം ഒരുക്കുന്നുണ്ട്. ആ തയ്യാറാക്കുന്ന വിഷയമാണ് 6-ാം തീയതി ഈ ഡയസിൽ വന്ന് അവർ അവതരിപ്പിക്കണം. അവർ മോശക്കാരായതുകൊണ്ടല്ല, അവർ നല്ല ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് തന്നെ. നമുക്കൂടെ വന്ന് ആദ്യം കേട്ടിട്ട് രണ്ടാമത് ഇത് അണികളിലേക്ക് ചെല്ലാനും ജമാഅത്തുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്താനും ജമാഅത്തുകളെ സജ്ജമാക്കി ക്ലാസുകൾ നടത്താനും അതുപോലെ നമ്മുടെ സംഘടനയുടെ വിവിധ തലങ്ങളിലേക്ക് ക്ലാസുകൾ നടത്താനും കൊല്ലം ജില്ലാ ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗമാണിത്. അപ്പൊ അത് വിജയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ വിഷയത്തിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ ആവശ്യകതയാണ് ശരിയൊന്നും അവരെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങൾക്ക് എത്തിച്ചു തരുന്നല്ല, ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാം. കാരണം മുരടിച്ചിട്ട് ഞങ്ങളോട് എന്തൊക്കെയോ കേട്ടു, അതിന് ഞങ്ങൾ ഓർമ്മയില്ല എന്ന് പറയാതിരിക്കാനാണ് കരട് പേപ്പറാണെങ്കിൽ പോലും നിങ്ങൾ കൊടുത്തു വിടുന്നത്. അത് വെച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു പുതിയ ആദ്യത്തെ സെക്കൻഡ് ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പൊ ഞാൻ സ്വാഗതം ചെയ്യിക്കുന്നില്ല. ഇത് എന്നെപ്പം നീണ്ടുപോയി. സംഘടനാ പ്രവർത്തനത്തിന്റെ ഒന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ആധുനിക ശൈലിയാണ് ബഹുമാനപ്പെട്ട സജീവ മൗലിക അവതരിപ്പിക്കുന്നത്. 2 പേർക്കും എത്ര മിനിറ്റ്? 30 മിനിറ്റ് വീതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചിരിക്കുകയാണ്. ഇനി ശേഖരത്തിൽ ക്ലാസ് അവതരിപ്പിക്കുന്നതിന്